ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ അയർലൻഡിൽ വന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ അയർലൻഡിൽ ജോലി ചെയ്യുന്നവർ എത്ര വർഷമായാലും ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നലെ വന്നവരായിക്കോട്ടെ, 20 വർഷം മുകളിലായവരായിക്കോട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങളുടെ വൈഫിനെ ചേർത്ത് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യൂ. ഇനിയും ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യൂ. നമ്മൾ ആരും അജയരായി ജീവിക്കുന്നവരൊന്നുമല്ല. എല്ലാവരും ഏത് സമയത്തും മരണപ്പെടാം. അപ്പം മരണപ്പെടുമ്പോൾ ഒരു ഫാമിലിക്ക് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേ ബാക്കിയുള്ള വൈഫിനാണേലും ഭർത്താവിനാണേലും വലിയൊരു സപ്പോർട്ടാണ് ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ആദ്യം അത് ചെയ്യുക. ഇല്ലാത്ത പക്ഷം ഇതുപോലെ നമുക്ക് ആൾക്കാരുടെ നിന്ന് പിരിക്കാനും ഫണ്ടിനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. പരമാവധി എല്ലാ മനുഷ്യരും ഇവിടെ വന്നിറങ്ങിയാൽ, നിങ്ങൾ PPS നമ്പർ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് GPനെ കണ്ട് ഒരു അസുഖം നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈഫ് ഇൻഷുറൻസ് ഒന്നും കിട്ടുകയില്ല. നിങ്ങൾ GPനെ കണ്ട് ചെറിയൊരു അസുഖം, എന്തെങ്കിലും BPO അങ്ങനെ വലിയ സീരിയസ് ഇൽനെസ് ഒക്കെ നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് കിട്ടാൻ പാടാണ്. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ, 20, 30, 40 രൂപ താഴെ വരുന്നുള്ളൂ ഒരു ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണത്. അപ്പോൾ ആദ്യം അത് ചെയ്യുക. അതിൻ്റെ മേളിൽ ഇനിയും എടുക്കാത്ത ഒത്തിരി പേരുണ്ട്, ഒത്തിരി മലയാളീസ് ഉണ്ട്. നമ്മളൊന്നും ഏത് സമയത്ത് മനുഷ്യന് എന്തും സംഭവിക്കാം. അപ്പോൾ എല്ലാവരും അത് ചെയ്യൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് കേട്ടിട്ട് എന്നെ വിളിക്കണ്ട, ഞാൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഏജൻ്റ് അല്ല. നിങ്ങൾ ഓൺലൈനിൽ കയറുക, ലൈഫ് ഇൻഷുറൻസ് അടിക്കുക, അതിനകത്ത് ഒത്തിരി നമ്പർ കിട്ടുക, അവർക്ക് ഇമെയിൽ വിടുക, അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ നിങ്ങളുടെ ഏജും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എല്ലാ മാസവും കൃത്യമായി 20-30 രൂപ നിങ്ങൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ്. അത് ചെയ്യൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്യൂണറൽ എക്സ്പെൻസ് ആയിട്ട് അവർ ആദ്യം തന്നെ പൈസ തരും. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ അസുഖം വന്ന് സീരിയസ് ഇൽനെസ് ആണെങ്കിൽ, എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ നല്ലൊരു പൈസ കിട്ടും. അപ്പം സീരിയസ് ഇൽനെസ് പ്ലസ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത് ചെയ്യൂ. അങ്ങനെ ചെയ്ത് നിങ്ങളൊരു രോഗം വന്ന് GPനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. ആദ്യമേ അത് ചെയ്യൂ. എല്ലാവരും ചെയ്യൂ. ഇനിയും ചെയ്യാൻ ആരെങ്കിലും ഈ അയർലൻഡിൽ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടത്തരമാണ്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടുകാരോട് പിരിക്കാൻ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മനുഷ്യൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അയർലൻഡിലുള്ള എല്ലാ ഫാമിലിയും നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താക്കളും ചേർന്ന് അല്ലെങ്കിൽ സിംഗിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെക്കുക. സീരിയസ് ഇൽനെസ് എടുത്തു വെക്കുക. മസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ വീട് മേടിച്ചവരാണെങ്കിൽ പോലും അവർക്ക് ഹോം മോർഗേജ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് മോർഗേജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ മോർഗേജ് മാത്രമേ അടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് അഡീഷണൽ ആയിട്ട് ഒരെണ്ണം എടുത്തു വെച്ചാൽ